മതത്തിൻ്റെ ഒരു ആംഗിളിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെ വിശ്വാസത്തിൻ്റെ ഒരു ആംഗിളിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഈ വിശ്വാസ സംരക്ഷണം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഏത് രീതിയിലാണ് തിരുമേനി ഇനിയുള്ള ഒരു സഭാ പ്രവർത്തനത്തെയൊക്കെ കാണുന്നത്? നമ്മൾക്ക് റിലിജനെക്കുറിച്ചും സ്പിരിച്വാലിറ്റിയെക്കുറിച്ചും പറയുന്ന പൊതുവേ ഉള്ള ഒരു നല്ല നിർവചനമുണ്ട്. റിലിജൻ ഈസ് എ സെറ്റ് ഓഫ് ആൻസേഴ്സ്, ബട്ട് സ്പിരിച്വാലിറ്റി ഈസ് എ മാറ്റർ ഓഫ് ക്വസ്റ്റ്യൻസ്. മതം ഉത്തരങ്ങളുടെ ഒരു സംഹിതയാണ്. ദൈവം ആരാണ്, മനുഷ്യനാരാണ്, ദൈവമനുഷ്യ ബന്ധം എന്താണ്, പ്രകൃതി എങ്ങനെ ഉണ്ടായി, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൃത്യമായി നിയതമായി എഴുതപ്പെടുകയും ആ ഉത്തരങ്ങൾ പഠിച്ചിട്ടുള്ള ആളുകൾ പുരോഹിതന്മാരാവുകയും അവരത് ജനങ്ങളോട് സംസാരിക്കുകയും അത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം അവർ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമായിട്ട് വേണമെങ്കിൽ മതത്തിന് താഴെ പോകാം. ചിലപ്പോഴൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്, ഇപ്പോഴും ചിലപ്പോൾ പോയിട്ടുണ്ടാവും. ഇപ്പോഴും ഉത്തരങ്ങൾ പഴയ തന്നെയാണ്, പക്ഷെ ചോദ്യങ്ങൾ മാറുന്നു എന്നുള്ള. പക്ഷേ സ്പിരിച്വാലിറ്റി ഇസ് എ മാറ്റർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഹു ആം ഐ എന്നൊക്കെയുള്ള ചോദ്യങ്ങളിലാണ് സ്പിരിച്വാലിറ്റി ആണെങ്കിൽ. ഞാൻ ആരാണ്, ഞാൻ എന്തിനാണെന്നൊക്കെ പറയാം. ഇപ്പോൾ ഡേവിഡ് റൈഷിൻ്റെ ഒരു ബുക്കുണ്ടല്ലോ ആന്ത്രപ്പോളജിയിൽ, ഹൂ വി ആർ ആൻഡ് ഹൗ വി ഗോട്ട് ഹിയർ. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങുമ്പോഴാണ് സത്യത്തിൽ ഒരാൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ അകത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. ഈ അകത്തേക്കുള്ള യാത്രയാണ് ആത്മീയത. ആ ആത്മീയതയ്ക്കുള്ള ഒരു കളമൊരുക്കലാണ് സത്യത്തിൽ എല്ലാ മത സംവിധാനങ്ങൾക്ക്, സഭാ സംവിധാനങ്ങളിലുള്ളത്. അപ്പോൾ ഒരാൾ ക്രിസ്തുവിലേക്ക് യാത്ര ചെയ്യാൻ അയാളെ തടസ്സപ്പെടുത്തുന്നത് ഒരു മഹാപുരോഹിതനാണെങ്കിൽ പോലും ആ തടസ്സം നീക്കിയാൽ മതിയോ? അപ്പോൾ അദ്ദേഹം ക്രിസ്തുവിനേക്കാൾ വലിയ ആളായി സഭയിൽ അയാൾ നിലനിൽക്കുന്നെങ്കിൽ അയാൾ അവിടെ നിന്ന് ഒഴിഞ്ഞു കൊടുക്കേണ്ടതാണ്, ഞാനാണെങ്കിലും. അല്ലെങ്കിൽ ഇതിനൊരു മാറ്റം ഉണ്ടാവില്ല. കാരണം ഞാൻ ഈ മതസംവിധാനത്തെക്കുറിച്ച് ഇപ്പോൾ കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഷാജി കൈലാസിൻ്റെ സിനിമയിൽ നമ്മുടെ നരസിംഹം അല്ലെങ്കിൽ ആറാം തമ്പുരാനൊക്കെ പോലുള്ള സിനിമകളിൽ ഒരു ഫ്യൂഡൽ അവശേഷിപ്പുകൾ ഒരുപാട് ഇങ്ങനെ കാണിക്കുന്ന, അതിന് കൈയടിച്ച ഒരു തലമുറയുണ്ട്. പക്ഷെ ഇന്നത്തെ തലമുറയിൽ അങ്ങനെ ഒരു സിനിമ കാണിച്ചാൽ വിജയിക്കും, ബ്ലോക്ക് ബസ്റ്റർ ആവില്ല. ഇന്നത്തെ തലമുറ കുറെ കൂടെ റിയലിസ്റ്റിക്കാണ്. ജീവിതാനുഭവങ്ങളിൽ നിന്നുള്ള സിനിമകളാണോ കൂടുതലും കുറച്ചുകൂടെ അവരിങ്ങനെ കാണുന്നതും. നല്ല കാമ്പുള്ള കഥയുള്ള ഇതാണ്. അതിപ്പോൾ ഏത് തലമുറയും കാണുന്നുണ്ട്. ഇപ്പോൾ ഈ സമീപകാലത്താണെങ്കിലും ചില സിനിമകളൊക്കെ ആണെങ്കിലും കാമ്പുള്ളതാണെങ്കിൽ അതിനകത്തൊരു കാഴ്ചക്കാരുണ്ട്. മുമ്പേ പറഞ്ഞാൽ മനുഷ്യഗന്ധിയായ സംഗതിയാണെങ്കിൽ. അപ്പോൾ മതങ്ങൾക്കാണെങ്കിൽ ഇപ്പോഴും ഒരു അപകടമായിട്ട് നിൽക്കുന്ന ഒരു സംഗതി, ഈ ഭൂതകാലത്തിൻ്റെ ആഘോഷങ്ങളിൽ മാത്രം ഇതിങ്ങനെ നിലനിൽക്കുകയും ചിലപ്പോഴൊക്കെ മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധം, ഭാവി സ്വപ്നം കാണാൻ പറ്റാത്ത വിധം ഈ ആഘോഷങ്ങൾ അവരെ ഒരു മൃതാവസ്ഥയിലെത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല ഇത് പറയുന്നതിൽ കുഴപ്പമുണ്ടാവുമെന്ന്. നമ്മൾ ഈ കോൺക്ലേവ് എന്ന് പറയുന്ന സിനിമയിലെ ഒരു LGBT ആളാണല്ലോ പോപ്പായിട്ട് അവസാനം തിരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പം അദ്ദേഹം അന്ന് കോൺക്ലേവ് നടക്കുന്ന സമയത്ത് ദേവാലയത്തിലൊരു ഒരു ജനൽ താഴെ പോകുന്ന സ്ഫോടനമൊക്കെ ഉണ്ടായി. വൈകിട്ട് കർദിനാൾമാരെല്ലാം കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ ഒരു കർദിനാൾ പറയുന്നുണ്ട്, നമ്മളിങ്ങനെ ഈ ശത്രുക്കളെ തോൽപ്പിക്കണം, അങ്ങനെയുള്ള ഒരാളാണ് ലീഡർഷിപ്പിലേക്ക് വരേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹം എഴുന്നേറ്റ് പറയുന്ന ഒരു സംഗതിയുണ്ട്, ഈ യുദ്ധങ്ങളെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയാത്തത് കൊണ്ടാണ്, ഞാൻ വരുന്നത് അഫ്ഗാനിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്ന ഒരു സെൻറ്റൻസ്, ദ ചർച്ച് ഈസ് നോട്ട് ദ പാസ്റ്റ്, ദ ചർച്ച് ഈസ് വാട്ട് വി ഡു നെക്സ്റ്റ്. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു അതാണ് ഭാവി. അതുകൊണ്ട് പുതിയ തലമുറയിൽ ഈ സഭ ക്രിസ്തുവിൽ നിന്ന് അകലുന്നു എന്നുള്ള, അല്ലെങ്കിൽ ജനങ്ങളിൽ നിന്ന് അകലുന്നു, മനുഷ്യരിൽ നിന്ന് അകലുന്നു എന്നുള്ളൊരു പരാതി ഉണ്ടാകുമ്പോൾ, ഞാൻ ആദ്യം നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഈ അകലം കുറയ്ക്കുന്ന ഒരു ക്രിയ ഉണ്ടാകും. കാരണം ഈ നമ്മൾ ഇടനിലക്കാരാണ് എല്ലായിടത്തും വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ല? എല്ലാ ഇടങ്ങളിലും ഇടനിലക്കാർ അതില്ലാതാവുക എന്നുള്ളതാണ് ഇന്നത്തെ പ്രധാനം. മനുഷ്യർക്ക് അവരുടെ പ്രധാന ശുശ്രൂഷകൻ പ്രാപ്യനായിരിക്കണം, ആക്സസിബിൾ ആയിരിക്കണം. എങ്കിൽ അതിനകത്ത് പകുതി പ്രശ്നം തീരും എന്നാണ് എൻ്റെ ഒരു വിചാരം, എൻ്റെ ചെറിയ അനുഭവത്തിൽ നിന്നുള്ള വിചാരം.
ഈ നമ്മൾ സഭയെക്കുറിച്ച് തന്നെ വിശ്വാസ രീതികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു പുതിയ ഞാൻ പലപ്പോഴും ഒബ്സർവ് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ നമ്മുടെ സഭാ പിതാക്കന്മാർ അല്ലെങ്കിൽ തിരുമേനിമാരൊക്കെ പറയേണ്ട കാര്യങ്ങൾ രാഷ്ട്രീയക്കാർ പറയുകയും ഈ രാഷ്ട്രീയക്കാർ പറയേണ്ട കാര്യങ്ങളെല്ലാം സഭാ നേതൃത്വം പറയുന്ന ഒരു വല്ലാത്ത കാലത്തിലേക്ക് കടന്നു വന്നത്. അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ തീരുമാനമെടുക്കലിനെയും അനാവശ്യമായ പിന്തുണകളെയും രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് പറയുന്നല്ല, രാഷ്ട്രീയം എല്ലാവരുടെയുമാണ്, അതിലൊന്നും കുഴപ്പം. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു അപജയത്തിലേക്കോ അല്ലെങ്കിൽ ഒരു വല്ലാത്ത ഒരു മൂല്യശോഷണത്തിലേക്കോ ഒക്കെ സഭാ നേതൃത്വങ്ങൾ മാറുന്നുണ്ടോ? ഈ കാൾമാർക്സിന്റെ ഒരു ഉദ്ധരണിയുണ്ട്, ലോകത്തൊരു സമൂഹവും അവരവരുടെ അണികളോടുള്ള പ്രതിബദ്ധതയ്ക്ക് അപ്പുറത്തേക്ക് പോയിട്ടില്ല. അപ്പം അത് നമ്മളെ ചിന്തിപ്പിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ ക്രിസ്തുവിൻ്റെ പിറവിയുമായിട്ട് ബന്ധപ്പെട്ട് മാലാഹമാർ പാടുന്ന പാട്ട് സർവ്വജനത്തിനുമുള്ള സന്തോഷമെന്ന്, ക്രിസ്ത്യാനികൾക്കുള്ള സന്തോഷമെന്നോ ഇവൻ്റെ പുറകെ പോകുന്നവർക്കുള്ള സന്തോഷമെന്നോ ഒന്നുമല്ല. ഈ സർവ്വജനത്തിനുമുള്ള സന്തോഷമാണിപ്പോൾ നമ്മൾ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളായിട്ട് മാറ്റിയെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഇപ്പം നടക്കുന്നത് നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമാണ്. തുറന്നു പറഞ്ഞാൽ നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയമാണ്. അതേസമയം യേശുവിന് ഒരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു. ഹെറോദാവിനെ കുറുക്കനെന്നാണ് വിളിച്ചത്. ഭരണാധികാരിയെ കുറുക്കനെന്ന് വിളിക്കാൻ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ അത് വിളിക്കണമെങ്കിൽ വിളിക്കണം. അത് മതപുരോഹിതനോ രാഷ്ട്രീയ നേതൃത്വമായാലും ആർക്കും വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പൊ ആ ഒരു അത്തരത്തിൽ ഒരു നിലപാടെടുക്കുന്ന അതിലൊരു അപജയമാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവനവൻ്റെ അണികൾക്ക് വേണ്ടി നിൽക്കുക എന്നുള്ളത് മാത്രമായിട്ട് നമ്മൾ സങ്കുചിതപ്പെട്ടു പോകുന്ന ഒരു തലമുണ്ട്. അത് അങ്ങനെ ആക്കി തീർക്കുന്നുണ്ട് കാരണം എല്ലായിടത്തും ഫണ്ടമെന്റലിസ്റ്റുകൾ കൂടുതലാണല്ലോ. അപ്പം ഇപ്പം നമ്മളിപ്പോൾ ഹരാരി എഴുതുന്ന പോലെ ട്രംപ് മൊമെൻറ്റിലാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. ട്രംപ് മൊമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത, എൻ്റെ ദേശം, എൻ്റെ ഭാഷ, എൻ്റെ ആചാരം, എൻ്റെ വസ്ത്രധാരണം, എൻ്റെ ഭക്ഷണ രീതിക്ക് അപ്പുറത്തൊരുത്തൻ എൻ്റെ രാജ്യത്തുണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അവിടെയാണ് അയാൾ മെക്സിക്കൻ വാൾ കിട്ടുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ അത് എല്ലാ രാജ്യങ്ങളിലും ഇപ്പോൾ ബ്രെക്സിറ്റോ ഈ സമീപകാല രാഷ്ട്രീയ സംഭവങ്ങളെല്ലാം തന്നെ അത്തരം ചില കാര്യങ്ങളിലേക്കുള്ള വിരൽ ചൂണ്ടലുകളാണ്. തരൂരല്ലേ എഴുതിയത്, ഓൾ ഇന്ത്യൻസ് ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ. നമ്മുടെ പഴയ ആ നോവലിനെ പോലെ ഓൾ ആർ ഹ്യൂമൻസ് ബട്ട് സം ആർ മോർ ഹ്യൂമൻസ് എന്ന് പറഞ്ഞ ഒരു പ്രശ്നമുണ്ട് അതിനകത്ത്, എല്ലായിടത്തും ഉണ്ട്.